കേരളത്തിലെ യുവനടിമാരിൽ മുൻനിരക്കാരിയായ സാനിയ അയ്യപ്പന് അഭിനയത്തിനും ഡാൻസിനും മോഡലിംഗിനും പുറമെ യാത്രകളോടും അതീവ താല്പര്യമുണ്ട്. സാനിയയുടെ സോഷ്യൽ മീഡിയ പേജുകൾ നിറയെ യാത്രകളിൽ നിന്നുള്ള ചിത്രങ്ങളുമാണ്. അതിൽ പലതും സുഹൃത്തുക്കൾക്കൊപ്പമുള്ളതും അല്ലാതെ തനിച്ചു നടത്തിയവയുമുണ്ട്. ഇപ്പോഴിതാ താൻ അവസാനമായി നടത്തിയ യാത്രയെക്കുറിച്ച് സംസാരിക്കുകയാണ് സാനിയ അയ്യപ്പൻ. മലയാളത്തിലെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തന്റെ ഫിലിപ്പീൻസ് യാത്രയുടെ അനുഭവങ്ങൾ സാനിയ പങ്കുവെക്കുന്നത്. ഏറ്റവും ഒടുവിൽ താൻ പോയത് ഫിലിപ്പീൻസിലേക്കാണ്. 16 രാജ്യങ്ങളിൽ നിന്നുള്ള 21 പെൺകുട്ടികളുടെ ഗേൾസ് ട്രിപ്പായിരുന്നു അതെന്ന് സാനിയ പറയുന്നു. ഹോട്ടലും സൗകര്യവും ഒക്കെ നോക്കിയായിരുന്നു താൻ മിക്ക യാത്രകളും പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഹോസ്റ്റ് ചെയ്യുന്ന ലേഡിക്കായിരുന്നു ഫിലിപ്പീൻസ് ട്രിപ്പിലെ എല്ലാ തീരുമാനവും എടുക്കാനുള്ള അവകാശം. അത് സമ്മതിച്ചാൽ മാത്രമേ ആ യാത്രയിൽ കൂടെ കൂട്ടുകയുള്ളൂവെന്നും അതിന്റെ ത്രില്ലുകൾ ചെറുതല്ല എന്നും സാനിയ പറയുന്നു. താമസിച്ച മുറിയിൽ ടേബിൾ ഫാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാത്റൂമിലെ ഷവറിൽ കുറേശ്ശേ വെള്ളം വരുന്നുള്ളൂ. ഓർഡർ ചെയ്യാൻ അവിടെ മെനു ഒന്നുമില്ല. അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്താണോ അത് എല്ലാവരും കഴിക്കണമായിരുന്നു തുടങ്ങിയവ യാത്രയിലുടനീളം അനുഭവിച്ചെന്നും സാനിയ പറയുന്നു. ജീവിതത്തിലെ ഒരു വലിയ ഭയം അതിജീവിച്ചത് അതേ യാത്രയിലാണെന്നും സാനിയ പറയുന്നുണ്ട്. കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും തന്നെ നീന്തൽ പഠിപ്പിക്കുവാൻ ചേർത്തിരുന്നു. ഇറങ്ങാൻ മടിച്ചു നിന്ന തന്നെ കോച്ച് വെള്ളത്തിലേക്ക് തള്ളിയിടുകയും ചെയ്തു. രക്ഷപ്പെടാനായി കൈകാലിട്ടടിക്കുമ്പോൾ പേടി മാറുമെന്നാണ് തന്റെ കോച്ച് കരുതിയതെങ്കിലും അതോടെ പഠനം നിന്നുവെന്നാണ് സാനിയ പറയുന്നത്. പിന്നീട് തനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ തന്നെ പേടിയായെന്നും താരം തുറന്നു പറയുന്നുണ്ട്. പക്ഷെ സാനിയയുടെ വെള്ളത്തോടുള്ള ഈ ഭയം മാറ്റാൻ ഫിലിപ്പീൻസ് യാത്രയ്ക്ക് സാധിച്ചുവെന്നും ഫിലിപ്പീൻസിൽ വെച്ച് സർഫിംഗ് പഠിപ്പിക്കാൻ വന്ന ടീം 4 ദിവസം വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങാനും ശ്വാസം പിടിച്ചു നിർത്താനും പഠിപ്പിച്ചുവെന്നും സാനിയ പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം താൻ തനിച്ചു നീന്തിയെന്നും അന്ന് രാത്രി സന്തോഷം കൊണ്ട് ഉറക്കം വന്നില്ല എന്നുമാണ് നീന്തൽ പഠിച്ച അനുഭവത്തെക്കുറിച്ച് സാനിയ അയ്യപ്പൻ പറയുന്നത്. പല പേടികളെയും ഇങ്ങനെയൊക്കെയാകും നമ്മൾ അതിജീവിക്കുന്നതെന്നുമാണ് സാനിയയുടെ വാക്കുകൾ. അതേസമയം ഇടക്കാലത്ത് അഭിനയം നിർത്തി സാനിയ പഠനത്തിനായി വിദേശത്ത് പോയിരുന്നു. എന്നാൽ അധികം വൈകാതെ സാനിയ തിരികെ വരികയും ചെയ്തു. ഇതേക്കുറിച്ചും അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ക്യൂനിൽ നായികയായതെന്നും പ്രൈവറ്റായി +2 പാസ്സായപ്പോൾ മുതൽ വിദേശത്ത് പഠിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നുവെന്നും അങ്ങനെ ലണ്ടനിലെ UCL യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ചേർന്നു. എന്നാൽ തനിക്ക് സിനിമയിൽ നിന്നും അങ്ങനെ ബ്രേക്ക് എടുത്ത് മാറി നിൽക്കാനാകില്ല എന്ന് പിന്നെയാണ് മനസ്സിലായതെന്നും സാനിയ വ്യക്തമാക്കി. പ്രത്യേകിച്ചും കരിയർ വളർന്നു തുടങ്ങിയ ഈ സമയത്ത് മാറി നിൽക്കാനാകില്ലായിരുന്നു. തമിഴിൽ നായികയായ ഇറുകപ്പെട്ട് റിലീസായ സമയത്ത് പ്രൊമോഷന് വേണ്ടിയും നാട്ടിലേക്ക് വരേണ്ടി വന്നു. അപ്പോൾ അടുത്ത തമിഴ് പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തുവെന്നും പിന്നെ മടങ്ങിപ്പോകാനായില്ല എന്നും സാനിയ പറയുന്നു. അതേസമയം ശരിയെന്ന് തോന്നുന്ന കാര്യം കുറച്ച് വൈകിയാണെങ്കിലും തിരുത്താൻ മടിയുള്ള ആളല്ല താനെന്നാണ് സാനിയ പറയുന്നത്. സാധാരണ 22 വയസ്സുള്ള പെൺകുട്ടിയുടെ ജീവിതമാണ് താൻ നയിക്കുന്നതെന്ന് തോന്നിയിട്ടില്ല എന്നും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ജോലി ചെയ്യാൻ തുടങ്ങിയെന്നും സാനിയ പറയുന്നു. ഡാൻസ് ഷോ ചെയ്തായിരുന്നു തുടക്കം. ബാല്യകാല സഖിയിൽ നായികയുടെ കുട്ടിക്കാലം അഭിനയിക്കുമ്പോൾ റിയാലിറ്റി ഷോയിൽ മത്സരിച്ചുവെന്നും അഭിമുഖത്തിൽ സാനിയ പറയുന്നുണ്ട്. അതേസമയം സോഷ്യൽ മീഡിയയിലും മിന്നും താരമാണ് സാനിയ. ഡാൻസിലൂടെയായിരുന്നു സാനിയ തന്റെ കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് സിനിമയിലെത്തി ബാലതാരമായി കരിയർ ആരംഭിച്ച സാനിയ പിന്നാലെ നായികയായും കയ്യടി നേടി. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.